കുന്നംകുളം ആനയ്ക്കൽ CMS സ്കൂളിലെ പാചക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അനാവശ്യ വിവാദമാണെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 38 വർഷമായി വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന സരസ്വതി എന്ന പാചക തൊഴിലാളി ഏതാനും നാളുകളായി പല കാര്യങ്ങളിലും ധിക്കാരപരവും അനാവശ്യവുമായി ഇടപെട്ട് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വരികയാണ്. പ്രധാന അധ്യാപിക ഉൾപ്പെടെ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരോടും തട്ടിക്കയറുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കോവിഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സൗമ്യ എന്നു പേരായ ഒരു മകളെ ഇവർ സഹായിക്കുന്നതിനായി കൊണ്ടുവരുന്നുണ്ട്. 63 വയസ്സു പിന്നിട്ട സരസ്വതി തങ്ങൾക്ക് റിട്ടയർമെന്റ് പ്രായം ഇല്ലെന്നും തനിക്കു ശേഷം തന്റെ മകളെ ഇതേ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അതിന് സാധിച്ചില്ലെങ്കിൽ പുതിയ സ്കൂൾ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുകയില്ലെന്നും സ്കൂളിൽ ചോരപ്പുഴ ഒഴുക്കും, സത്യാഗ്രഹമിരിക്കും, ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് സ്കൂളിന്റെ മുൻവശത്തു നിന്നും അലമുറയിട്ടുകൊണ്ടു ഭീഷണിപ്പെടുത്തിയത്. ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ അതിക്രമിച്ചു കയറി അധ്യാപികമാരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കയർത്ത് സംസാരിച്ച സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മുൻ പ്രധാന അധ്യാപിക ഓഫീസ് റൂമിൽ കയറി അസഭ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം വളരെ ഭയങ്കരമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഈ റെസ്റ്റോറൻറ്റോട് ചെല്ലുമ്പോൾ അയ്യോ എന്റെ അമ്മയെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞ് സൗമ്യപത ആ മകള് അവിടെ നിലത്ത് കിടന്ന് വലിയ ബഹളമുണ്ടായി. ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് LP സ്കൂളാണല്ലോ, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അധ്യാപകരെ വഴക്ക് പറയുന്നത്. ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് അത് മാനസികമായിട്ട് അങ്ങ് അംഗീകരിച്ചു വരുന്ന കാര്യമല്ല. ഞാൻ സൗമ്യയോട് പറഞ്ഞ ചേച്ചി 38 വർഷമായിട്ട് പ്രായം, ചേച്ചി തിരിഞ്ഞു പോകണ സമയത്ത്. ഇത് കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചതും ക്രമസമാധാന പാലനത്തിനായി പോലീസ് ഇടപെട്ടതും. പോലീസ് ഇടപെട്ടാണ് അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. മോശം പെരുമാറ്റത്തെ തുടർന്ന് നിരവധി തവണ ശിക്ഷാ നടപടികൾക്ക് വിധേയയാകുകയും മാപ്പ് പറഞ്ഞ് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതും ഇവരുടെ പതിവാണ്. കഴിഞ്ഞ 10-ാം തീയതി കുട്ടികൾക്ക് വേവാത്ത ചോറ് കൊടുത്തതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് പോലീസെത്തി ഇവരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്താൻ നിർബന്ധിതമായത്. കോവിഡിന് ശേഷം ഈ അമ്മയ്ക്ക് കാലുകൊണ്ട് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ ടീച്ചറെ ഞാൻ കുറച്ച് ദിവസം ഒന്ന് സഹായത്തിന് വരട്ടെ എന്ന് ചോദിച്ചതിന്റെ പേരിൽ നമ്മള് സമ്മതിച്ചാണ്. പക്ഷെ ഏത് സമയത്തും നമുക്ക് അടുക്കളയിൽ പോയിട്ട് മോള് വന്നിട്ട് അങ്ങനെ നമുക്ക് അവരൊപ്പം നിന്ന് ഞങ്ങൾ ഒരിക്കലും അവര് വഴക്ക് പറയും, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നീട് തുടർന്നു പോയി. പിന്നീട് ഞങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമായി മാറി ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. സ്കൂളിലെ PTA കമ്മിറ്റിയും അതുപോലെ നോൺ മെയിൽ കമ്മിറ്റിയും പല പ്രാവശ്യം ചേരുകയും ഇവര് ഒത്തുതീർപ്പ് ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് ഒപ്പിട്ട രേഖകൾ നമ്മുടെ സ്കൂളിൽ ഇന്ന് ഞാൻ 25 മെയിൽ പിരിഞ്ഞു വന്ന് വീണ്ടും ആര് വന്നാലും ഞങ്ങൾ എനിക്കെന്തോ ആവാന്നുള്ളൊരു ആ നടപടി ഒരിക്കലും നല്ല. അതല്ല, 130 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. എങ്ങനെ ചെറിയ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ നമ്മളെ കുട്ടികള് റോൾ മോഡൽ ആക്കേണ്ട ആൾക്കാരല്ലേ നമ്മൾ മുതിർന്ന ആളുകള്. അവരുടെ മുന്നിൽ ഇത്ര വളരെ മോശമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങള് അത് ശരിയാണോ? വെക്കണേല് ഇപ്പൊ അവര് കുറച്ചെടുക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മള് കൊടുത്ത് ആരും അടുക്കള കയറാൻ സമ്മതിക്കില്ല. ഒരു ഇഷ്ടിക വെച്ച് വാതിലും അടച്ചു വയ്ക്കും. ഇത്രയും വർഷം ജോലി ചെയ്ത ആൾ എന്ന നിലയിൽ അർഹമായ നഷ്ടപരിഹാരം നൽകാൻ മാനേജ്മെന്റ് തയ്യാറാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിതാപകരമാണെന്നതിനാൽ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കും. തൊഴിലാളി യൂണിയനുമായി ചർച്ചയ്ക്കും മാനേജ്മെന്റ് തയ്യാറാണെന്നും സ്കൂൾ മാനേജർ റവറൻ ജോൺസൺ E. ജോർജ്, അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് സാബു വർഗീസ്, മുൻ പ്രധാന അധ്യാപിക ആനി പീറ്റർ, PTA ഭാരവാഹികളായ PC ചിത്ര, KR രാഖി, AP കപിൽ, KS മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.